കളമശ്ശേരിയിൽ റിയൽ എസ്റ്റേറ്റ് ജീവനക്കാരി ജെയ്സി എബ്രഹാമിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗിരീഷ് ബാബുവിനെ കാക്കനാട് തെങ്ങോടെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. ഫോണുകൾ സൈബർ സെല്ലിന് കൈമാറും. സൈഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം കണ്ടെത്താൻ കഴിഞ്ഞു? തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? സുജപർവതി, തെളിവെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് കാക്കനാട് തെങ്ങോടുള്ള ക്വാറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അതായത് ഈ കൊല്ലപ്പെട്ട ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകൾ കാണാനില്ലായിരുന്നു. ഈ 2 മൊബൈൽ ഫോണുകളും ഈ പ്രതി ഗിരീഷ് ബാബു കൊലപാതകത്തിന് ശേഷം കൊണ്ടുപോവുകയും ഈ തെങ്ങോടുള്ള ക്വാറിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നായിരുന്നു മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്കൂബ ടീം അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തി. ഏകദേശം 2-2.5 മണിക്കൂറോളം നടത്തിയ തെരച്ചിലാണ് ക്വാറിയിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 മൊബൈൽ ഫോണുകളും സൈബർ സെല്ലിന് കൈമാറും. കാരണം ഇതിൽ നിന്ന് എന്തെല്ലാം രേഖകൾ മറയ്ക്കാനാണ് ഗിരീഷ് ബാബു ശ്രമിച്ചത് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നവംബർ 17-നാണ് ഈ കൊലപാതകം നടന്നത്. കൊലപാതകം ഇയാൾ കൊണ്ടുവന്ന 5 കിലോയുടെ ഡമ്പൽ തലയ്ക്കടിച്ചാണ് ഈ ജെയ്സിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാത്റൂമിന് സൈഡിലേക്ക് കൊണ്ടുപോയി ഇടുകയും മൃതദേഹം തലയ്ക്കടിച്ച് വീണാണ് കൊല്ലപ്പെട്ടതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴും പോലീസ് ആദ്യഘട്ടത്തിൽ ഇതൊരു തലയടിച്ച് വീണുണ്ടായ മരണമാണ് എന്ന് കരുതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് ഈ മരണം കൊലപാതകമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഈ ഫ്ളാറ്റ് നടത്തിയ തെരച്ചിലിൽ അന്ന് 2 മൊബൈൽ ഫോണുകൾ ജെയ്സിക്ക് ഉണ്ടായിരുന്നു എന്നും ഈ 2 മൊബൈൽ ഫോണുകൾ കാണാനില്ല എന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്തുക്കളിലേക്കുമെല്ലാം നടത്തിയ അന്വേഷണത്തിലാണ് ഗിരീഷ് ബാബു കഴിഞ്ഞ ശനിയാഴ്ച പിടിയിലാവുകയും ചെയ്തത്. ഇയാളെ എന്തായാലും ചോദ്യം ചെയ്തതിൽ നിന്ന് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇന്നലെ ഈ അടിമാലി, അതായത് ഇടുക്കി അടിമാലിയിലെ സ്വർണം ഇടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഈ ജെയ്സിയുടെ 2 വളകൾ ഇയാൾ പണയം വെച്ചിരുന്നു. ഈ പണം ഇയാളുടെ കാക്കനാടുള്ള വീട്ടിൽ നിന്ന് 1 ലക്ഷത്തിലോളം രൂപ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കളമശ്ശേരി കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ്, അതായത് തൊണ്ടിമുതലുകൾ കണ്ടെത്തുന്ന തെളിവ് ശേഖരണം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ എത്തിച്ചുള്ള തെളിവെടുപ്പാണ്. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ നാളെയോ ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, സൈഫുനിസ അലിയാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം